نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് തഖ്വയുള്ള യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ നിയമങ്ങൾ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാനും അങ്ങനെ അള്ളാഹു തയ്യാറാക്കിയിട്ടുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇസ്ലാമിന്റെ ആദ്യകാലത്ത് വിരോധിക്കപ്പെട്ടിരുന്ന ഒരു കർമ്മമായിരുന്നു ഖബർ സിയാറത്ത് എന്നുള്ളത്. പിന്നീട് അത് മതത്തിൽ സുന്നത്തായി മാറിയിട്ടുണ്ട്. കൃത്യമായ ലക്ഷ്യങ്ങൾ അതിന് പഠിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ തന്നെ ആ വിഷയത്തെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുമുണ്ട്. വിശ്വാസികൾ എന്ന നിലക്ക് അത്തരം വിഷയങ്ങൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ഒഴിവാക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യേണ്ടവരാണ്. ഖബർ സിയാറത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ലക്ഷ്യമായി പഠിപ്പിച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ, മുമ്പ് നിങ്ങൾക്ക് ഖബർ സിയാറത്തിനെ വിലക്കപ്പെട്ടിരുന്നു, നിങ്ങൾക്ക് നാം വിലക്കിയിരുന്നു. ഫസൂറുഹ, അത് നിങ്ങൾക്ക് ഹലാലാക്കി തന്നിട്ടുണ്ട്, നിങ്ങൾ സന്ദർശിച്ചു കൊള്ളുക. ഫഇന്നഹ തുദക്കിറുകുമുൽ മൗത്ത്, അത് നിങ്ങളെ മരണത്തെ ഓർക്കുന്നതാക്കും, മരണത്തെ ഓർക്കാൻ അത് കാരണമാകും. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ, ഖബർ സിയാറത്തിനെ നിങ്ങൾക്ക് വിലക്കിയിരുന്നു. അലാ ഫസൂറുഹ, നിങ്ങൾ സന്ദർശിച്ചു കൊള്ളുക. ഫഇന്നഹു യുരിക്കുൽ ഖൽബ വതുദ്മിഉൽ ഐന വതുദക്കിറുൽ ആഖിറ വലാ തഖൂലു ഹുജ്റ,
ഖബർ സന്ദർശിക്കണമെന്ന് പറഞ്ഞപ്പോ അവിടെ കാരണമായി പറഞ്ഞത് ഫഇന്നഹു യുരിഖുൽ ഖൽബ, അത് നിങ്ങളുടെ ഹൃദയത്തെ ഉരുക്കിക്കളയും. വതുദ്മിഉൽ ഐന, അത് നിങ്ങളുടെ കണ്ണുകളെ നനച്ചു കളയും. വതുദക്കിറുൽ ആഖിറ, പരലോകത്തെ കുറിച്ച് നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടാക്കി തരും. വലാ തഖൂലു ഹുജ്റ, അവിടുന്ന് വ്യർത്ഥമായത് മോശമായത് നിങ്ങൾ അവിടുന്ന് പറയാനും പാടില്ല. ഇവിടെ ഒരു ലക്ഷ്യമാണ് ഈ രണ്ട് ഹദീസുകളും പഠിപ്പിക്കുന്നത്. മരണത്തെക്കുറിച്ചും മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുമൊക്കെ മനസ്സിൽ തോന്നലുണ്ടാക്കാനും ചിന്തയുണ്ടാക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ ഒന്നുകൂടി ചിട്ടപ്പെടുത്തുവാനുമൊക്കെ ആ ഖബർ സിയാറത്ത് കൊണ്ട് സാധിക്കും എന്നതാണ് ഹദീസ് നമുക്ക് പഠിപ്പിക്കുന്നത്. മരിച്ചുപോയ ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ആ ഖബറിന്റെ അരികിലേക്ക് എത്തുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും, ഹൃദയമൊന്ന് തുടിക്കും. കാരണം ഇതുപോലെ ഒരു ദിവസം ഞാനും കിടക്കണമല്ലോ എന്ന ചിന്ത. അന്ന് എന്റെ കൂടെ കളിച്ച് നടന്നിരുന്ന, ഒന്നിച്ച് ജോലി ചെയ്തിരുന്ന, ഒന്നിച്ച് യാത്ര ചെയ്തിരുന്ന, ഒന്നിച്ചൊരു വീട്ടിൽ കഴിഞ്ഞിരുന്നവരായിരുന്നു. പക്ഷേ ഇയാൾ ഇപ്പോൾ മണ്ണിനടിയില. ഇതുപോലെ ഒരു ദിനം എനിക്കും വരാനുണ്ട്. എന്റെ മരണാനന്തരം എന്തായിരിക്കും? എന്റെ മരണത്തിന് ശേഷമുള്ള ജീവിതം എന്തായിരിക്കും? അതിനുശേഷം പരലോകത്തേക്ക്, അവിടെ മീസാനും സിറാത്തും സ്വർഗവും ഒക്കെ മനസ്സിലായ ഞാൻ അവിടെയൊക്കെ വിജയം നേടിയെടുക്കാൻ എനിക്ക് കഴിയുമോ എന്ന ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരാൻ അയാൾക്ക് കഴിയും. അതിനാണ് ഖബർ സിയാറത്ത്. ഒന്നാമത്തെ ലക്ഷ്യമത. രണ്ടാമത്തെ ലക്ഷ്യമായി ഹദീസുകൾ പഠിപ്പിക്കുന്നത്, മരിച്ചുപോയ ആളുടെ ഖബറിന്റെ അരികിൽ പോയി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഖബറിന്റെ അരികിലൂടെ പോകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥന അസ്സലാമു അലൈക്കും. ആദ്യം അവർക്ക് വേണ്ടി സലാം പറയും. السلام عليكم أهل الديار من المؤمنين والمسلمين وإنا إن شاء الله للاهكون أسأل الله لنا ولكم العافية. സലാം പറഞ്ഞ് ഞങ്ങളും നിങ്ങളിലേക്ക് വരാനിരിക്കുകയാണ്, ഞങ്ങളും നിങ്ങളിലേക്ക് വരും, ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ റബ്ബിനോട് തേടുന്നു. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇങ്ങനെയാണ് ഖബർ സിയാറത്ത് എന്ന് പഠിപ്പിച്ച രണ്ട് ലക്ഷ്യമാണ്. ഒന്ന് ആ ഖബറാലിക്കുള്ളതാണ്, രണ്ട് നമ്മൾക്കുള്ളതാണ്. രണ്ട് ടീമിനും രണ്ട് വിഭാഗത്തിനും ഗുണങ്ങളുണ്ട് എന്നതുകൊണ്ടാണ് ഇസ്ലാം ഖബർ സിയാറത്തിനെ പ്രോത്സാഹിപ്പിച്ചത്. ഖബർ സിയാറത്ത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് സുന്നത്താണ്. എന്തിന്? അത് ഖബർ സിയാറത്തിലൂടെ നെഞ്ചിരിപ്പുണ്ടാക്കും, ഹൃദയം ലോലമാകാൻ അത് കാരണമാകും, കണ്ണ് നനയാൻ അത് കാരണമാകും, നാളെ എന്താകുമെന്ന് ഓർക്കാൻ, എന്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാൻ, എന്റെ ജീവിതത്തെ നന്നാക്കിയെടുക്കാൻ അതിലൂടെ സാധിക്കും എന്നതുകൊണ്ട് മരിച്ചാൾക്കും പോയ ആളുകൾക്കും രണ്ട് ടീമിനും ഉപകാരമുണ്ട് എന്നതുകൊണ്ട് അത് നിർവഹിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പുരുഷന്മാർക്ക് അത് സുന്നത്താണ് എന്ന് പഠിപ്പിച്ചു. സ്വഹാബത്ത് മാതൃക കാണിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ധാരാളമായി ഖബർ സന്ദർശിക്കാറുണ്ടായിരുന്നു. ഖബർ സന്ദർശന വേള പ്രത്യേകം എടുത്തു പറഞ്ഞു. അദ്ദേഹം ധാരാളമായി കരയാറുണ്ടായിരുന്നു. ഖബർ സന്ദർശിച്ച് ധാരാളമായി കരയും. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നരകത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കേൾക്കുമ്പോഴൊന്നും നിങ്ങൾ ഇങ്ങനെ കരയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അവിടുന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതാണ് പരലോകത്തിന്റെ ഒന്നാമത്തെ കവാടം. ഈ കവാടത്തിനെങ്ങാനും വിജയിച്ചാൽ പിന്നീട് അങ്ങോട്ട് വിജയമാണ്, ഇവിടെ എങ്ങാനും പരാജയപ്പെട്ടാൽ പിന്നീട് അങ്ങോട്ട് പരാജയമാണ്. അതുകൊണ്ട് ആ ഒരു രംഗത്തെ ഓർത്തിട്ട്, ഞാൻ ഈ ഖബറിൽ കിടക്കുന്ന രംഗമോർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഖബർ സിയാറത്ത്, ഖബർ സന്ദർശനം എന്നുള്ളത് സുന്നത്തായി പഠിപ്പിച്ചു. കൂട്ടത്തിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നത്, ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പ്രത്യേകിച്ചും അത് വിലക്കിയ നിലക്കാണ് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ട് ഹദീസുകൾ കാണാം. ഒന്ന്, ലഅന സവ്വാറാത്തിൽ ഖുബൂർ, ധാരാളമായി ഖബർ സന്ദർശിക്കുന്ന ആളുകളെ ശപിച്ചിട്ടുണ്ട്, സ്ത്രീകളെ ശപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലഅനല്ലാഹു സവ്വാറാത്തിൽ ഖുബൂർ, അള്ളാഹു ധാരാളമായി ഖബർ സന്ദർശനം നടത്തുന്ന സ്ത്രീകളെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് ഹദീസിൽ കാണാൻ കഴിയും.
ഈ ഹദീസുകൾ പഠിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് അതിന് പഠിപ്പിച്ചിട്ടില്ല. ഈ സുന്നത്ത് എന്ന് പറഞ്ഞത് പുരുഷന്മാർക്കാണ് അത് സുന്നത്തായി പഠിപ്പിച്ചത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നതാണ് കാണാൻ കഴിയുക. ഒരു വേള അതിന് വിലക്കുകളാണ് വന്നിട്ടുള്ളതും. കാരണവുമുണ്ട്. പണ്ഡിതന്മാർ ഒരുപാട് കാരണങ്ങൾ അതിന് നിരത്താറുണ്ട്. കാരണം പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെയല്ല. സ്ത്രീകൾ ഖബർ കാണുമ്പോ, മരണപ്പെട്ടവരെ കാണുമ്പോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദർഭങ്ങൾ മനസ്സിലാകുമ്പോ അവരുടെ മനസ്സ് ലോലമായതുകൊണ്ട് അതിന്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാകും. വെപ്രാളം കൂടിയ ആളുകളാണ് അവർ, ലോല ഹൃദയത്തിന്റെ ആളുകളാണ്, ക്ഷമ കുറഞ്ഞ ആളുകളാണ്. അത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ടായിരിക്കാം അവർക്കത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ലാത്തത് എന്ന് പണ്ഡിതന്മാർ ധാരാളം കാരണങ്ങൾ നിരത്തുന്നത് കാണാൻ വേണ്ടി കഴിയും. അത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി ഏതെങ്കിലും ഒരു സ്ത്രീ ഏതെങ്കിലും ഒരു സ്വന്തം ഉപ്പയുടെ ഖബറിന്റെ അരികിൽ പോയി എന്നതുകൊണ്ട് പച്ചയായ ഹറാമ് ചെയ്തു എന്നല്ല ഈ പറയുന്നതിന്റെ ആശയം. നേരെമറിച്ച് ധാരാളമായി അത് പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമല്ല എന്നതാണ് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇനി ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തന്നതും സ്വഹാബത്ത് നമുക്ക് കാണിച്ചു തന്നതും ഇതാണ്. ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട്, ഖബർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിച്ചത് ഹദീസുകളിൽ വന്നത് ഇങ്ങനെയാണ് എന്നിരിക്കെ, പ്രിയമുള്ളവരെ, നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ്? നമ്മുടെ നാട്ടിലെ ആളുകളുടെ അവസ്ഥ എന്താ? നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളുടെ അവസ്ഥ എന്താ? ഇതെല്ലാം അട്ടിമറിക്കപ്പെട്ടു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഖബർ ഇങ്ങനെയാണ്. പക്ഷേ ഇന്ന് ആളുകൾക്ക് ഖബർ ആരാധനാ കേന്ദ്രമാണ്, രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന സ്ഥലമാണ്, ബറക്കത്തെടുക്കുന്ന സ്ഥലമാണ്, കച്ചവടത്തിന്റെ കേന്ദ്രമാണ്. ഇങ്ങനെയായി നമ്മുടെ നാട്ടിലുള്ള ഖബറുകൾ മാറിയിട്ടുണ്ട് എങ്കിൽ എന്താണ് കാരണമായി പറയുന്നത്? അതിന്റെ എല്ലാത്തിന്റെയും കാരണമായി പറയുന്നത് അത് മഹാന്മാരുടെ ഖബറുകളാണ്. അത് വലിയ ആളുടെ ഖബറാണ്, നല്ല ആളുടെ ഖബറാണ്. ഏറ്റവും നല്ല നാട്ടിൽ ഏറ്റവും നല്ല ദീനിന്റെ ഉടമയായി ജീവിച്ച ഒരാളുടെ ഖബറാണ്. മഹാനാണ് അദ്ദേഹം എന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. മഹാനാകട്ടെ മഹാനല്ലാത്ത ആളുകളാകട്ടെ, അത്തരം ഖബറിന്റെ അരികിൽ പോയി ഈ പറയപ്പെട്ടതുപോലെ രോഗങ്ങൾ സുഖപ്പെടുത്താൻ, ആരാധനകൾ നിർവഹിക്കാൻ, ബറക്കത്തെടുക്കാൻ ഇസ്ലാമികമായി തെളിവില്ല എന്നതാണ് അടിസ്ഥാനം. ഹദീസുകൾ പരിശോധിച്ചാൽ പ്രത്യേകം ഉത്തരം കിട്ടുമെന്ന് പഠിപ്പിച്ച ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഹദീസുകൾ ഓരോ ഹദീസുകളിലേക്ക് പോകുന്നില്ല. ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ട ചില സ്ഥലങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോകാം. പ്രത്യേക നിങ്ങൾക്ക് ഉത്തരമുണ്ട് എന്ന് പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു. സുജൂദിന്റെ സന്ദർഭം അല്ലാഹു ഉത്തരം നൽകുമെന്ന് പറഞ്ഞു. തശഹ്ഹുദ് അതുപോലെ തന്നെ പറഞ്ഞു. നമസ്കാരത്തിന് ശേഷം പ്രത്യേകം എടുത്തു പറഞ്ഞു. രാത്രിയുടെ അവസാന സമയം പ്രത്യേകം എടുത്തു പറഞ്ഞു. ചില സ്ഥലങ്ങൾ പള്ളി, അറഫ, മുസ്ദലിഫ, ജംറ, അതേപോലെ സഫാ മർവ മലകൾ, അതേപോലെ വെള്ളിയാഴ്ചയിലെ പ്രത്യേകമായ ഒരു സമയം, ഇതൊക്കെ ഹദീസുകളിൽ പ്രത്യേകം എടുത്തു വന്നതാണ്. ഈ സമയത്ത് ഈ സ്ഥലത്ത് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിൽ പ്രിയമുള്ളവരെ, ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഹദീസുകളുടെ കൂട്ടത്തിലൊന്നും ഇന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഖബറിന്റെ അരികിൽ വെച്ച്, ഏതെങ്കിലും മഹാന്റെ ഖബറിന്റെ അരികിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ പ്രത്യേകം ഉത്തരമുണ്ട് എന്ന് പറയുന്ന ഒരു ഹദീസും സ്വഹീഹായി വന്നിട്ടില്ല എന്നത് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദിക്റിന്റെയും ദുആകളുടെയും പ്രാർത്ഥനകളുടെയും ഒക്കെ മഹത്വങ്ങൾ പഠിപ്പിച്ച ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ആ ഗ്രന്ഥങ്ങളിലൊന്നും സലഫുകളായ സ്വഹാബത്തിന്റെ അതേപോലെ തന്നെ അഇമ്മത്തിന്റെയും ഒക്കെ കിതാബുകൾ പരിശോധിക്കുമ്പോ അവിടങ്ങളിലൊന്നും മഹാന്മാരായ ഖബറിന്റെ അരികിൽ പോയി പ്രാർത്ഥിച്ചാൽ എന്നത് അവിടുന്ന് അള്ളാനോട് നേരിട്ടുള്ള പ്രാർത്ഥന, ഖബറാളിയോടല്ല, അള്ളാനോടാണ് പ്രാർത്ഥിക്കുന്നത്, അള്ളാനോടാണ് സങ്കടം പറയുന്നത്. പക്ഷെ ഖബറിന്റെ അടുത്ത് പോയി പറഞ്ഞാൽ ഒരു പ്രത്യേക ഉത്തരം കിട്ടുമെന്ന ഒരു ചിന്ത ഒരാൾക്കുണ്ട് എങ്കിൽ അതിന് ഇസ്ലാമികമായി യാതൊരുവിധ തെളിവുകളും ഇല്ല എന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതേപോലെ തന്നെ ചില ആളുകളെ പ്രാർത്ഥനകൾ പറഞ്ഞു. ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അള്ളാഹു ഉത്തരം നൽകുമെന്ന് പറഞ്ഞു. യാത്രക്കാരന്റെ പ്രാർത്ഥന, നോമ്പുകാരന്റെ പ്രാർത്ഥന, മാതാപിതാക്കളുടെ പ്രാർത്ഥന, ഭരണാധികാരികളുടെ പ്രാർത്ഥന, വിഷമത്തിൽ അകപ്പെട്ടവന്റെ പ്രാർത്ഥന, ഇതൊക്കെ വ്യത്യസ്തങ്ങളായ ഹദീസുകളിൽ വന്നതാണ്. ഇതൊക്കെ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞ സമയങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്, അവസ്ഥകളുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിലൊന്നും, ഇത്തരം
ഇത്തരം സ്ഥലങ്ങളിലൊന്നും പ്രിയമുള്ളവരെ ഖബറിന്റെ അരികിൽ വെച്ച്, അല്ലെങ്കിൽ മഹാന്മാരുടെ ഖബറിന്റെ അരികിൽ വെച്ച്, അതല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ഖബറിന്റെ അരികിൽ വെച്ച് എന്ന ഒരു സ്ഥലവും എവിടെയും ഇല്ല എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ നാടുകളിൽ നിന്ന് ടൂർ എന്ന പേരിൽ, സിയാറത്ത് എന്ന പേരിൽ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുമ്പോ ഈ പോകുന്ന ആളുകളൊക്കെയും അവരുടെ ലക്ഷ്യം അവരോട് ഖബറിന്റെ ആളുകളോട് തേടുക എന്നത് അത് വേറെ വിഷയമാണ്. അങ്ങനെ ചെയ്യുന്നവരും ആളുകളുടെ കൂട്ടത്തിലുണ്ട്. സങ്കടങ്ങൾ അവരോട് പറയുന്നു, പ്രശ്നങ്ങൾ അവരോട് പറയുന്നു. നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ അറിയുന്നില്ലേ, ഞങ്ങളുടെ വിഷമങ്ങളൊന്ന് ശരിയാക്കി തരണേ എന്ന് അവരോട് തന്നെ ചോദിക്കുന്ന ആളുകളും മുസ്ലിം ഉമ്മത്തിന്റെ കൂട്ടത്തിൽ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എത്രത്തോളം ഈ പറയുന്ന ഷെയ്ഖിനോട് തന്നെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഉപ്പാപ്പയോട് തന്നെ എല്ലാ സങ്കടങ്ങളും ആവശ്യപ്പെടുന്ന ആളുകൾ മുസ്ലിം ഉമ്മത്തിൽ, മുസ്ലിം നാമധാരികളായി ഉസ്താദുമാരായി അറിയപ്പെടുന്നവർ പോലും പലപ്പോഴും ഉണ്ട് എന്ന് ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ്. അത്തരം പ്രവർത്തനങ്ങൾ ലൈവായി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാം റബ്ബ് കൊടുത്ത കഴിവാണ് എന്ന് പറഞ്ഞ് എല്ലാം റബ്ബിനോട് ചോദിക്കേണ്ടതിന് പകരം ഇത്തരം മരിച്ചുപോയ ആളുകളിലേക്ക്, ഖബറുകളിലേക്ക് ചോദിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, ഇസ്ലാമിൽ നിന്ന് എത്രത്തോളം ആളുകൾ വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അവരോട് ചോദിക്കുക എന്നത് ഒരു നിലക്കും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതിനപ്പുറത്ത് ആ ഖബറിന്റെ അടുത്ത് വെച്ച് അള്ളാഹിനോട് ചോദിക്കുക എന്നത് പ്രത്യേകം ഒരു പുണ്യം ഒരു നിലക്കും പഠിപ്പിച്ചിട്ടില്ല. അതേതു സ്ഥലമാകട്ടെ, ഖബറിന്റെ അടുത്ത് വെച്ച് പ്രത്യേകം പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് എവിടെയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നത് മനസ്സിലാക്കാം. പ്രത്യേകിച്ചും ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. മുൻഗാമികൾ ഇത്തരം വിഷയങ്ങളെ എത്ര ഗൗരവത്തിലാണ് പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാൻ. അലി ഇബ്നു ഹുസൈൻ റഹിമഹുമുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, അന്നഹു റഅ റജുലൻ യജീഉ ഇലാ ഫുർജത്തിൻ കാനത ഇൻദ ഖബരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയദ്ഖുലു ഫീഹാ ഫയദ്ഉ ودعاه فقال لا تتخذوا قبري عيدا. ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിലേക്ക് ഒരു ഫുർജത്തിന്റെ ഒരു ഗ്യാപ്പ് കിട്ടിയ ഒരു സ്ഥലം കണ്ടപ്പോ അവിടെ പോയിരുന്നു. ഖബറിന്റെ ഒരു ഭാഗത്ത് ചെറിയൊരു സ്ഥലം കണ്ടപ്പോ ഒരാൾ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹം പറയാണ്, ആ ആളെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് അയാളോട് പറഞ്ഞു കൊടുത്ത ഉപദേശം, അദ്ദേഹത്തിന് കൊടുത്ത ഉപദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ലാ തത്തഖിദു ഖബ്രി ഈദാ. എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന കേന്ദ്രം, അല്ലെങ്കിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാക്കരുതേ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിന് കൊടുത്ത ഉപദേശം. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനേക്കാളും മഹത്വം വേറെ ഒരു ഖബറിനുമില്ല എന്ന് നമുക്കറിയാം. എന്നിട്ടും ആളുകൾ ഇത്തരം ഖബറിന്റെ അരികിലേക്ക്, അജ്മീറിലേക്കും ഡൽഹിയിലേക്കും ഉള്ളാളത്തേക്കും മാലിക് ദീനാറിലേക്കും വ്യത്യസ്തങ്ങളായ നമ്മുടെ നാടിന്റെ വിവിധ മേഖലകളിലുള്ള ഖബറിന്റെ അരികിലേക്കും പോയിട്ട് അവരോട് സങ്കടങ്ങൾ പറയുന്ന, അവരുടെ ഖബറിന്റെ അടുത്ത് പോയി പറഞ്ഞാൽ എന്തോ ഗുണമുണ്ട് എന്ന ചിന്ത ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ ആളുകൾ പറയും, ഇല്ല, ഞങ്ങൾ അള്ളാഹിനോട് തേടുന്നത്. എന്തിനാ 2 ദിവസം യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് ടിക്കറ്റ് എടുത്ത് 2 ദിവസം എല്ലാ ജോലിയും മാറ്റിവെച്ച് ഇത്രയും ദൂരത്തേക്ക് പോകുന്നത്? ആ ഖബറുള്ള ഈ പറയുന്ന അജ്മീറിലേക്ക്, ഡൽഹിയിലേക്ക് പോയിട്ട് അള്ളാഹുവെ ഈ ഖബറാളിക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് തേടാനാണോ? അല്ല പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആളുകൾ പോകുന്നത് അവരുടെ പ്രശ്നങ്ങൾ പറയാനും അവരുടെ സങ്കടങ്ങൾ പറയാനും വേണ്ടിയിട്ടാണ്. ഇതിനെയാണ് ശക്തമായി ഇസ്ലാം വിലക്കിയത്. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് കാണാം, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്. അല്ലാഹുവേ, ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി എന്റെ ഖബറിനെ നീ മാറ്റല്ലേ. എന്നിട്ട് പ്രത്യേകം ജൂതന്മാരെ ശപിക്കപ്പെടാൻ കാരണമായത് ഇസ്തദ്ദ ഗളബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകൾ ആരാധിക്കപ്പെടുന്ന കേന്ദ്രമാക്കി മാറ്റി, അവർ അവരുടെ പള്ളികളാക്കി മാറ്റി. എന്തിന്? അവരുടെ നാട്ടിലെ ഏതോ ഒരു ശൈഖിന്റെയല്ല, ഏതോ ഒരാളുടെയല്ല, ആ നാട്ടിലെ പ്രവാചകന്മാരുടെ ഖബറുകളെ അവർ ആരാധിക്കപ്പെടുന്ന സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി എന്ന്. അതുകൊണ്ടാണ് അള്ളാഹു ഈ പറയുന്ന ജൂതന്മാരോട്, അതേപോലെ തന്നെയുള്ള ആളുകളോട് അള്ളാഹുവിന്റെ ശാപമുണ്ടായത്, അള്ളാഹുവിന് ദേഷ്യമുണ്ടായത് എന്ന് പറയുമ്പോ, പ്രിയമുള്ളവരെ, അതേ പ്രവർത്തനം മുസ്ലിം നാമധാരികളായി, മുസ്ലിം പേരുള്ളവരായ ആളുകൾ
ചെയ്താൽ അതേ അവസ്ഥയിലേക്കാണ് ആളുകൾ മാറുക എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിലേക്ക് വിശ്വാസികൾ ഒരു നിലക്കും കടന്നു പോകാൻ പാടില്ല. കാരണം ഇതിലേക്ക് പോകുന്നതിലൂടെ എല്ലാ നിലക്കും ഇസ്ലാം വിലക്കിയ കാര്യങ്ങളാണ് അതിലേക്ക് കടന്നു വരുന്നത്. ഇസ്ലാം വിരോധിച്ച ശിർക്ക് മുതൽ താഴോട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതിന്റെ ഭാഗമായി കടന്നു വരുന്നത് എന്നത് മനസ്സിലാക്കണം. ശിർക്കെങ്ങാനും വന്നുപോയാൽ ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്, കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്, കാലങ്ങളായി ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹിനോട് ചോദിക്കേണ്ടത്, അള്ളാഹുവിനോട് പറയേണ്ടത്, ആ ശൈഖിനോട് അല്ലെങ്കിൽ ആ ഖബറുള്ള ആളുകളോട് ചോദിക്കുന്ന അവസ്ഥയുണ്ടായാൽ അതിനാണ് ശിർക്ക് എന്ന് പറയുക. അതിനാണ് അള്ളാഹുവിന് പങ്കു ചേർക്കുക എന്ന് പറയുന്നത്. അതിനെയാണ് ഖുർആൻ ശക്തമായി വിലക്കിയത്. വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. എല്ലാ കർമ്മങ്ങളും പൊളിഞ്ഞു പോകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പറഞ്ഞു, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയേ, നീ ശിർക്ക് ചെയ്താൽ നിന്റെ കർമ്മങ്ങളും പൊളിഞ്ഞു പോകും, എന്നിട്ട് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ നീ പെട്ടുപോകും, ഒരിക്കലും പൊറുക്കില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ബാക്കി എന്ത് തിന്മയുണ്ടെങ്കിലും, ബാക്കി എത്ര വലിയ തിന്മയുണ്ടെങ്കിലും അല്ലാഹു തൗബയില്ലാതെ തന്നെ ചിലപ്പോൾ പുറത്തു നിന്നേക്കാം. പക്ഷേ ശിർക്കെങ്ങാനും ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും അല്ലാഹു പുറത്തു തരികയില്ല എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞതിൽ നിന്ന്, അല്ലാഹു സ്വർഗത്തെ നിഷിദ്ധമാക്കി എന്ന് പറഞ്ഞതിൽ നിന്ന്, നരകം നിർബന്ധമാക്കി എന്ന് പറഞ്ഞതിൽ നിന്ന്, പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ടത് ഒരു നിലക്കും ജീവിതത്തിലേക്ക് ശിർക്കിന്റെ ഒരു അംശം പോലും കടന്നു വരാൻ പാടില്ല. അത് ഈ ഖബർ സിയാറത്തിന്റെ പേര് പറഞ്ഞിട്ട് നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അവരോട് സങ്കടങ്ങൾ പറയുന്നതെങ്കിൽ അവർ കേൾക്കുമെന്ന വിശ്വാസം, ആ കേട്ടിട്ട് അവർ നമ്മുടെ അസുഖങ്ങൾ സുഖപ്പെടുത്തുമെന്ന വിശ്വാസം, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അതിലൂടെ കിട്ടുമെന്ന വിശ്വാസത്തിലാണ് ആളുകൾ പോകുന്നതെങ്കിൽ, ആളുകൾ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഇസ്ലാം ശക്തമായി വിലക്കിയിട്ടുള്ളത് എന്നത് ഗൗരവത്തിൽ നമ്മൾ കാണുക. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചത് മനസ്സിലാക്കുകയും ചെയ്യാൻ പറഞ്ഞത് ചെയ്യുകയും, ഇസ്ലാം വിരോധിച്ചത് ചെയ്യരുത് എന്ന് പറഞ്ഞത്, സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിൽ കൃത്യമായ ജാഗ്രതയുണ്ടാവുകയും അങ്ങനെ ഇസ്ലാം അനുഷ്ഠിച്ച് ഇസ്ലാം പഠിപ്പിച്ച രീതിയിൽ ജീവിതത്തിലേക്ക് ഇസ്ലാമിനെ ചേർത്തു പിടിച്ചുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുവാൻ നാം ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ യഥാർത്ഥ ഇസ്ലാമിനെ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാനും അങ്ങനെ അല്ലാഹു തയ്യാറാക്കിയിട്ടുള്ള സ്വർഗം നേടിയെടുക്കുവാനുമുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, പഠിപ്പിക്കപ്പെട്ടത് ഖബർ സിയാറത്ത് എന്നുള്ളത്, ഖബർ സന്ദർശനം എന്നുള്ളത് പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. പുരുഷന്മാർക്ക് സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട വിഷയമാണ്. അതിന് കാരണം പറഞ്ഞത്, ഒന്ന് നമ്മുടെ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഓർക്കാൻ അതിലൂടെ കഴിയും. രണ്ട്, മരിച്ചുപോയ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അതിലൂടെ കഴിയും എന്നതാണ്. അതുകൊണ്ട് ആ നിലക്കാണ് ഖബർ സിയാറത്തിനെ നാം മനസ്സിലാക്കി വെക്കേണ്ടതുള്ളത്. എന്നാൽ നമ്മുടെ നാട്ടിൽ പലതും നടന്നു വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലും തൊട്ടടുത്തുള്ള നാടുകളിലും നമ്മുടെ ജില്ലകളിലും പുറത്തുമൊക്കെ ഇതൊക്കെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അങ്ങനെ പലതും കാണുമ്പോ ഒരുപാട് ആളുകൾ ഇതിന്റെ പിന്നാലെ പോകുന്നത് കാണുമ്പോ അതൊക്കെ ശരിയല്ലേ എന്ന ചിന്ത പലപ്പോഴും നമ്മളിലേക്ക് കടന്നു വരാറുണ്ട്. അതുകൊണ്ട് ഗൗരവത്തിൽ അത്തരം വിഷയത്തെ അവസാനം സൂചിപ്പിച്ച ഇതൊക്കെ കടന്നു ചെല്ലുന്നത്, അതിലേക്ക് എത്തുന്നത്, ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു ചെന്ന് അവസാനം എത്തുന്നത് ശിർക്കിലേക്കാണ്. ശിർക്കൻ പ്രവർത്തനങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ശിർക്ക് ചെയ്യുന്നതിലൂടെ സ്വർഗം നിഷിദ്ധമാകും, ചെയ്ത എല്ലാ കർമ്മങ്ങളും പൊളിഞ്ഞു പോകും. അത് ചെറിയ നഷ്ടമല്ല. അതുകൊണ്ട് ആ വിഷയത്തെ ഗൗരവത്തിലെടുക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഖബറുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടുകളിൽ പലതരം ചർച്ചകൾ കാണാൻ കഴിയും. ഖബർ സ്വയം പൊങ്ങി വന്നിട്ടുണ്ട് എന്ന് പറയും. അതേപോലെ തന്നെ ഖബർ കുഴിച്ചപ്പോൾ ആ ഖബറിന്റെ ഉള്ളിലുള്ള ശരീരത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയും. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, അതിന്റെ ഉള്ളിൽ നിന്ന് കൈ പുറത്തു വന്നു എന്ന് പറയും. ഇങ്ങനെ പലതും പറയുമ്പോ
വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ശരിയും തെറ്റും ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒറ്റ മറുപടിയാണ് വിശ്വാസികൾക്ക്. അങ്ങനെയൊക്കെ സംഭവിച്ചാലും ആ ഖബറിന്റെ ആളോട് ചോദിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ആ ഖബറിൽ ആളോട് സങ്കടങ്ങൾ പറയാൻ, ആ ഖബറിന്റെ ആൾ ഏറ്റവും നല്ല മഹാനാണ് എന്ന് ഉറപ്പിക്കുവാൻ, ആ ഖബറിന്റെ ആൾ സ്വർഗത്ത് പോയി വന്നു എന്നൊന്നും പറയാനൊന്നും നമ്മൾക്കിതിന് പെർമിഷൻ ഇല്ല. എന്ത് സംഭവിച്ചാലും, ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും അതിന് ഇങ്ങനെ ഒരു മറുപടി പറയുന്നതിലൂടെ വിശ്വാസികൾ അവിടുന്ന് സേഫ് ആകുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇനിയോ ഒരാൾ ഖബറിന്റെ അരികിൽ പോകുന്നു, അയാളുടെ പ്രശ്നങ്ങൾ പറയുന്നു, അയാളുടെ പ്രശ്നങ്ങളൊക്കെ ശരിയാകുന്നു, അസുഖങ്ങൾ പറയുന്നു, അസുഖങ്ങൾ സുഖപ്പെടുന്നു. എന്താ മനസ്സിലാക്കേണ്ടത്? ഒരാൾ ഖബറിന്റെ അടുത്ത് പോയി, അയാൾ അസുഖങ്ങൾ പറഞ്ഞു, ബോധ്യപ്പെടുത്തി, ഡോക്ടർമാർ ഒഴിവാക്കിയതാണ്. പക്ഷെ ഖബറിന്റെ അടുത്ത് പറഞ്ഞപ്പോ, ഖബറാളിയോട് പറഞ്ഞപ്പോ എല്ലാം സുഖമായി എന്നൊരാൾ പറയുന്നു. അയാളുടെ ജീവിതം കൊണ്ട് പറയുന്നു. എന്നാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരിച്ച ഒരാളോട്, ഖബറിൽ ഒരാളോട് അവരുടെ സങ്കടങ്ങൾ പറയാൻ അതൊരു തെളിവല്ല. ശൈത്വാൻ അല്ലെങ്കിൽ പിശാച് എങ്ങനെയാ ഒരാളെ നരകത്തേക്ക് കൊണ്ടുപോവാന്നാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഇങ്ങനെയാണ് കഴിയെങ്കിൽ ശൈത്വാൻ അങ്ങനെയും ചെയ്യും. എന്താണോ അവനെ കൊണ്ട് കഴിയുക അത് ചെയ്യുമെന്നാണ് ഇസ്ലാമിക ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒരാളെ നരകത്ത് കൊണ്ടുപോകണം. അതിനെന്താ വേണ്ടത്? അങ്ങനെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചർച്ച വന്നതാണ്. അമുസ്ലിമീങ്ങളുടെ ആരാധനാ കേന്ദ്രത്തിൽ പോയിട്ട് അവിടുന്ന് കുട്ടിയില്ലാത്തതിന്റെ പേരിൽ ഒരു മുസ്ലിമായ ഹജ്ജ് ചെയ്ത ഒരാൾ, അദ്ദേഹം ആ മലകൾ കയറി അതിന്റെ മുകളിൽ തൊട്ടിൽ കെട്ടി, എന്നിട്ട് തിരിച്ചു വന്ന് പിറ്റേ വർഷം ആ ആൾക്ക് കുട്ടിയുണ്ടായി എന്ന് പത്രമാധ്യമങ്ങളിലടക്കം കടന്നു വന്നു. അദ്ദേഹം ഹാജിയാണ്, അദ്ദേഹം മുസ്ലിമാണ്, ഒക്കെയാണ്. പക്ഷെ അദ്ദേഹം ചെയ്ത ആ പ്രവർത്തനം കൊണ്ട് കുട്ടിയുണ്ടായി, അതുകൊണ്ട് നമ്മളും അങ്ങനെ ചെയ്യണമെന്നാണ് ആളുകൾ പഠിപ്പിക്കുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് അല്ല എന്നതാണ്. അത് ശരി, അള്ളാഹ് തീരുമാനിച്ചു ആ സമയത്ത് കുട്ടി ഉണ്ടാകണം, അത് സംഭവിച്ചു. അള്ളാഹ് തീരുമാനിച്ചു അയാൾക്ക് അസുഖം മാറണം എന്നത്, അത് നടന്നു. അള്ളാന്റെ തീരുമാനങ്ങളെ നടക്കുകയുള്ളൂ. അള്ളാഹ് പഠിപ്പിച്ച രീതിയിലാണ് അതിന്റെ ശിഫയും അതിന്റെ പരിഹാരങ്ങളും നമ്മൾ കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് നാട്ടിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോഴേക്കും ഇസ്ലാം വിട്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകരുത്, ദീനിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥയുണ്ടാകരുത്. എന്തുണ്ടായാലും ദീനിൽ അടിയുറച്ച് വിശ്വസിക്കുവാൻ, അടിയുറച്ച് മുമ്പോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. കൃത്യമായ നിലപാടുകൾ അത്തരം സന്ദർഭങ്ങളിൽ പറയണം. അള്ളാഹ്നോട് മാത്രം തേടി, അള്ളാഹ്നോട് മാത്രം പറഞ്ഞു എന്നതിന്റെ പേരിൽ ഒരു നഷ്ടവും സംഭവിക്കാനില്ല. ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദർശം, അടിത്തറ അള്ളാഹ്നോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്നതാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് തൗഹീദ്. ഇസ്ലാം പഠിപ്പിക്കുന്നതും അതാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അതിനപ്പുറത്തുള്ളതൊക്കെയും മാറ്റിവെക്കാനും ഒഴിവാക്കാനും വളരെ കൃത്യമായ ജാഗ്രതയുണ്ടാകണമെന്നാണ് വളരെ ഗൗരവത്തിൽ, വളരെ സ്നേഹത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ ദീനിനെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുമ്പോട്ട് പോകാനും അങ്ങനെ സ്വർഗം വരെയും സ്വർഗം നേടിയെടുക്കുന്നത് വരെയും ജീവിതത്തെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് കൃത്യമായി മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാനും അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് ദുനിയാവെന്ന് വിട പറയാനുമുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോയവരാ. അള്ളാഹുവെ, എല്ലാവിധ തെറ്റുകുറ്റങ്ങളും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും സന്ദർഭത്തിന്റെ പിടിയിൽപ്പെട്ടും പ്രായത്തിന്റെ പ്രസരിപ്പ് കൊണ്ടുമൊക്കെ ചെയ്തു കൂട്ടിയ തിന്മകൾ അള്ളാഹുവെ നിന്റെ മഹത്തായ ഫള് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നവർ, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെന്ന് ദുആ വസിയത്ത് നൽകിയ രോഗികൾ, നമ്മളെ കൂട്ടത്തെ പള്ളിയിലെത്തിയവർ, പള്ളിയിലെത്താൻ കഴിയാത്തവർ, പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് നൽകിയവർ, അല്ലാഹുവേ എല്ലാവരുടെയും അസുഖങ്ങൾ എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. സഹിക്കാനാവാത്ത വേദനകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, കുടുംബക്കാർ, സഹപ്രവർത്തകർ, അല്ലാഹുവേ എല്ലാവരുടെയും ഖബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും
منهم الأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا صيامنا وقيامنا وسائر أعمالنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم الحمد لله رب العالمين.